എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു കഥ പറയാം. എന്തിനാണ് ഈശ്വരാരാധന ചെയ്യുന്നത്? ആധ്യാത്മിക മോക്ഷം ലഭിക്കും. സാധാരണക്കാരായ നമ്മെപ്പോലുള്ളവർക്ക് വേറെ എന്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നാം ജപിക്കുന്നത്? നമുക്കറിയാം, ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ പൂർണ്ണമായിട്ട് നേടിയെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഉദ്ദേശിച്ചത് കാര്യം നടക്കില്ല. അപ്പോഴാണല്ലോ ദുഃഖം ഉണ്ടാവുന്നത്. ആഗ്രഹമല്ല ദുഃഖത്തിന് കാരണം, ആഗ്രഹം സാധിക്കാതിരിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുക. ആഗ്രഹം ആവശ്യമാണ്. ഭൗതികമായ ഒരു ജീവിക്ക് കാര്യങ്ങൾ ജീവിതം നേടിയെടുക്കാൻ ആഗ്രഹങ്ങൾ വേണം. അല്ലാതെ ആഗ്രഹങ്ങളില്ലാതെ നടക്കില്ല. ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം എന്ന് വേദാന്തികൾ പറയും. പക്ഷേ താന്ത്രികമായ കാഴ്ചപ്പാടിൽ ആഗ്രഹം വേണം. ആഗ്രഹം ശക്തമായിരിക്കണം. ഇച്ഛാശക്തി വേണം. അത് ദേവി തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സാമ്പാറിൻ്റെ കഥ. ഞാൻ സാധാരണ പറയുന്നൊരു കഥ. ഒരു സാമ്പാർ ഉണ്ടാക്കാൻ മിക്കവാറും എല്ലാ അമ്മമാർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. സാമ്പാർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? കുറേ ഭൗതികമായ വസ്തുക്കൾ വേണം. കഷ്ണങ്ങൾ വേണം, പച്ചക്കറി വേണം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഉണ്ട്. സാമ്പാറാവും. അതുണ്ടാക്കാനുള്ള അറിവ് വേണം, ഉണ്ടാക്കാനുള്ള സാഹചര്യം വേണം. ഇങ്ങനെ ധാരാളം അമ്മമാർ നിത്യേന സാമ്പാർ വയ്ക്കാറുണ്ട്. സാമ്പാർ വയ്ക്ക് സ്വാഭാവികം എല്ലാവർക്കും അറിയാം. പൊതുവെ വീട്ടമ്മമാർക്ക് മുഴുവൻ സാമ്പാർ വയ്ക്കാൻ അറിയാം. ചില വീട്ടിൽ പോയിട്ട് ഊണ് കഴിക്കാൻ ഇരിക്കുമ്പോൾ അമ്മമാർ പറയും, ഇത് സാമ്പാറാണേ എന്ന് പറയും. അപ്പോഴാകുമ്പോൾ ബോധം ഉണ്ടാവുക, ഇത് സാമ്പാറാണല്ലോ എന്ന്. ചില വീട്ടിൽ പോയാലോ നമ്മളങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ മണം നമ്മുടെ മൂക്കിലേക്ക് വരും. അപ്പം മനസ്സിലാവും നമുക്ക് സാമ്പാറുണ്ട്. അപ്പോൾ അത്രയും നല്ല സാമ്പാറിൻ്റെ സുഗന്ധം ദൂരെ ഇരിക്കുമ്പോൾ ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന അമ്മമാരുണ്ട്. എന്താ വ്യത്യാസം? എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. സാമ്പാറിൻ്റെ ഭൗതിക സാഹചര്യമുണ്ട്, അതിൻ്റെ ഭൗതിക വസ്തുക്കളുണ്ട്. പക്ഷേ സാമ്പാറാവില്ല. സാമ്പാർ ആവണമെങ്കിൽ എന്ത് വേണം? നല്ല സാമ്പാർ വെക്കുന്ന അമ്മയ്ക്ക് എന്ത് കഴിവുണ്ടെന്ന് നമ്മൾ പറയുക? കൈപ്പുണ്യം ഉണ്ടെന്നാണ് പറയാറ്. അപ്പോൾ സാമ്പാർ ആവണമെങ്കിൽ ഭൗതിക സാഹചര്യം മാത്രം പോരാ, കൈപ്പുണ്യം കൂടെ വേണം. ഇതേപോലെയാണ് ജീവിതം. നമ്മുടെ ജീവിതം വിജയിക്കാൻ വിദ്യാഭ്യാസം വേണം, സമ്പത്ത് വേണം, ബുദ്ധി വേണം, വിവേകം വേണം, ബന്ധുഫലം വേണം, നല്ല സാഹചര്യങ്ങൾ വേണം. ഇതൊക്കെ വേണം. പക്ഷെ ഇതൊക്കെ ഉണ്ടായാലോ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ? ഇതെല്ലാം ഉണ്ട്, നമ്മൾ നേടിയെടുക്കുകയും ചെയ്യും. പക്ഷെ നേടിയെടുത്താൽ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പരിശ്രമം മാത്രം പോരാ, ഒരു ഈശ്വരാനുഗ്രഹം വേണം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലോ നമുക്കെല്ലാം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റും. അഥവാ ചില കാര്യങ്ങളിൽ കുറവുണ്ടെങ്കിൽ പോലും ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ വേണ്ട പോലെ നടന്നു പോകും, നമുക്ക് അനുഭവിക്കാനും പറ്റും. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. എല്ലാം നേടിയെടുത്ത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ആ ഈശ്വരൻ എവിടെയാണ് ഉള്ളത്? ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരനുള്ളത്. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നമുക്ക് ദുഃഖം ഉണ്ടാവുമോ? പക്ഷേ പല കാരണങ്ങളെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർമ്മികമായ മാലിന്യങ്ങളെ കൊണ്ട് നമുക്കത് വേണ്ട പോലെ അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ മാലിന്യം നീക്കണം. അപ്പോഴെന്തുണ്ടാവും? ജീവിതം വിജയിക്കും. നമ്മുടെ ചുറ്റുപാട് ധാരാളം ആളുകൾ കണ്ടാൽ നമുക്കറിയാം, സമ്പത്തുണ്ടാകാം, പക്ഷേ അത് വേണ്ട പോലെ അനുഭവിക്കാൻ പറ്റില്ല. മക്കളുണ്ടാവാം, അത് വേണ്ട പോലെ അനുഭവിക്കാൻ പറ്റില്ല. ചില ആൾക്കാരുടെ സമ്പത്ത് വേണ്ടവരെ ഉണ്ടാവില്ല, പക്ഷെ അവർ ജീവിതം ആസ്വദിക്കുന്നുണ്ടാവും, ജീവിതം അനുഭവിക്കുന്നുണ്ടാവും. ഇതുപോലെ ജീവിതത്തിൽ കുറച്ച് കുറവുണ്ടെങ്കിലും ജീവിതം വേണ്ട പോലെ ആയിത്തീരുന്ന, സമാധാനമുള്ള, സുഖകരമായി ജീവിക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിൽ കാണാം. ശ്രീസൂക്തത്തിൽ പറയുന്നുണ്ട്, അലക്ഷ്മി നാശയാമ്യഹം, അലക്ഷ്മി നശിക്കട്ടെ എന്ന് പറയുന്നു. എന്താ അലക്ഷ്മി എന്ന് പറയുന്നത്? ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. കഴിവുകളുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സമ്പത്തും സാഹചര്യങ്ങളുണ്ട്, പക്ഷെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതാണ് അലക്ഷ്മി. ഇല്ലാത്തത് ദാരിദ്ര്യമാണ്. ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും നല്ല ശതമാനം ആളുകളുടെ കഥ അതാണ്. അഥവാ ഇല്ലാതിരിക്കാൻ എന്താ കാരണം? അതും കാരണം ഇത് തന്നെയാണ്, തൻ്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ ഏറ്റവും നല്ലത് തപോഭിക്ഷീണ പാപ, തപസ് ചെയ്യുക. തപസ് ചെയ്യുന്ന രീതി ഇങ്ങനെ ഗൃഹസ്ഥന്മാരുടെ കാട്ടിൽ പോയി തപസ് ചെയ്യലല്ല തപസ്, ശ്രദ്ധാപൂർവമായ കാര്യങ്ങൾ ചെയ്യലാണ്.
തൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയതയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് തപസ്. നിരന്തരമായി തീവ്രമായി സ്ഥിരമായി ചെയ്യുന്നതാണ് തപസ്. ഒരു ദിവസം ചെയ്തു, അത് തപസ്സല്ല. എനിക്കറിയാം എന്ന് പറയുന്ന തപസ്സല്ല, അനുഷ്ഠിച്ചുകൊണ്ട് നേടിയെടുക്കുന്നതാണ് തപസ്. ആ തപസ്സിലൂടെ സ്ഥിരമായിട്ട് അനുഷ്ഠിക്കുക, സ്ഥിരമായിട്ട് അനുവർത്തിക്കുക, ശ്രദ്ധാപൂർവം ബോധപൂർവമായി ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല അമ്മമാരുടെ സാമ്പാർ പോലെ, നല്ല കൈപ്പുണ്യമുള്ളവരുടെ സാമ്പാർ പോലെ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സാമർഥ്യത്തോടുകൂടി അനുഭവിക്കാൻ കഴിയും, എല്ലാം നേടിയെടുക്കാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ഈ വളർത്തിയെടുക്കുന്ന തപശക്തി അതോട് നശിക്കുന്നില്ല, അടുത്ത തലമുറയ്ക്ക് പോലും ഗുണം ചെയ്യും. ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തും. അപ്പോൾ ഒരു വ്യക്തി തപസ് ചെയ്തൊരു വ്യക്തിയുടെ അടുത്തുണ്ടെങ്കിൽ ആ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ സമാധാനം ഉണ്ടാകും. ആ പരമ്പരയിലൂടെ അത് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആ സംസ്കാരം പരമ്പര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം പൂർവികർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ്. അപ്പോൾ തപശക്തിയുടെ ഫലം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ തപസ് ചെയ്യണം. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് തപസ് ചെയ്യണം. അങ്ങനെ കൃത്യമായി തപസ് ചെയ്യുന്ന വീട്ടമ്മമാരുള്ള നാട്ടിൽ വീരന്മാരായ മക്കളുണ്ടാകും. തപസ് ചെയ്യുന്ന അമ്മമാർക്ക് വീരന്മാരായ മക്കളുണ്ടാകും. അതുകൊണ്ട് നമുക്ക് വീരന്മാരായൊരു തലമുറയെ സൃഷ്ടിക്കാം, ശക്തമായൊരു തലമുറയെ സൃഷ്ടിക്കാം, ബുദ്ധിമാന്മാരെ തലമുറയെ സൃഷ്ടിക്കാം. തപശക്തിയുള്ളൊരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടത് മറ്റുള്ളവരുടെ ആഹ്വാനം ചെയ്യലല്ല, സ്വയം അതായി തീരലാണ്, മാറിത്തീരലാണ്. സ്വയം പരിണാമം ഉണ്ടാവലാണ് ആവശ്യം, സ്വയം ശുദ്ധീകരണമാണ് ആവശ്യം. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൃത്യമായി സാധന ചെയ്യണം, സാധനയിൽ മുമ്പോട്ട് പോകണം. ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ആധ്യാത്മികതയാണ്, ആധ്യാത്മിക സാധനയാണ് എന്നാണ് എനിക്ക് ഈ ദിവസം നിങ്ങളോട് പറയാനുള്ളത്.